നമസ്കാരം. 120 ദിവസം നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. പഴയ കലാഭവൻ മിമിക്രിയിൽ ഒരു വാചകം അവർ എപ്പോഴും പറയാറുണ്ട്. ട്രാൻസ്ലേഷനാണ്. ഹിന്ദി പറയുമ്പോൾ അതിൻ്റെ മലയാളം പറയണം. പഞ്ചാബ് സെ ആനെ വാലെ ആത്മീ. അപ്പോൾ ഹരിശ്രീ അശോകനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന ആനകളല്ലേ എന്ന് മറുപടി പറയാറുണ്ട്. ഈ പഞ്ചാബ് കഥ പറയുവാൻ കാരണം ശ്രീ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിലുണ്ടായിരുന്നു. അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു വിശദീകരണം അദ്ദേഹം നൽകി. രാജ്യത്ത് ഒരു സംസ്ഥാന പദവി ലഭിച്ചാൽ, ഒരു സംസ്ഥാന ഭരണം ലഭിച്ചാൽ എങ്ങനെ അത് നടപ്പിലാക്കാൻ കഴിയും, എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഒരു ഭരണം നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ പഞ്ചാബിൽ നിന്ന് മറ്റൊരു കഥ നമുക്ക് ലഭിക്കുന്നു. ഒരു ഡോക്ടർ സന്ദീപ് സിംഗ്, അദ്ദേഹം പച്ചക്കറി വിൽക്കുകയാണ്. ഒരു വണ്ടി ഉന്തിത്തള്ളിക്കൊണ്ട് ഡോക്ടർ സന്ദീപ് സിംഗ് എന്ന് പറയുന്ന 4 വിഷയങ്ങളിൽ മാസ്റ്റേഴ്സുള്ള PhD ഉള്ള ഡോക്ടർ സന്ദീപ് സിംഗ് ഒടുവിൽ പച്ചക്കറി വിൽക്കാൻ ഒരു വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാടോടിക്കാറ്റിലാണോ മറ്റോ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രമില്ലേ, പച്ചക്കറി വിൽക്കുവാൻ വേണ്ടി ഈ 4 വീലുള്ള ചക്രം ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന, അതുപോലെ നടക്കുന്നത് 4 മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള PhD ഉള്ള ഒരു ഡോക്ടർ സന്ദീപ് സിംഗ് ആണ്. അദ്ദേഹം അവിടെ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. മതിയായ ശമ്പളം ലഭിക്കാതെ, കിട്ടുന്ന ശമ്പളം തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട്, കൃത്യസമയത്ത് ലഭിക്കാതെ വന്നതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം പച്ചക്കറി വിൽക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ജോലി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് ഇതൊരു രാജ്യം മുഴുവനുമുള്ള ചിത്രമാണ്. തൂപ്പ് ജോലിക്ക് PhD-കാർ വന്നിട്ടുള്ള കഥകൾ നമുക്ക് പലപ്പോഴും അറിയാം. രാജ്യത്തെ തൊഴിൽ വിഷയം അത്രത്തോളം രൂക്ഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മുടെ ഭരണം എത്രത്തോളം മികച്ചതാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഡോക്ടർ സന്ദീപ് സിംഗിൻ്റെ ഉത്തരവാദികൾ AAP ഗവൺമെൻറ് അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. കാരണം അവർ അധികാരത്തിൽ കയറിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ അകാലിദൾ, ഇവരുടെയൊക്കെ സംഭാവനയാണ് ഈ ചെറുപ്പക്കാർ ഇത്തരം ജോലികളിലോട്ടും ഈ അവസ്ഥയിലുമൊക്കെ തിരിയേണ്ടി വന്നത്. ഇവിടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണത്തിലോട്ട് നമുക്ക് കിടക്കാം. കൊച്ചി ബ്രഹ്മപുരത്ത് തീ ആളിക്കത്തിക്കൊണ്ടിരുന്ന സമയത്ത് തിരുവനന്തപുരത്തിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഡോക്ടർ CA ജയപ്രകാശ്, ICAR CTCRI, വളരെ ഉന്നതനായ ഗവേഷകനാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു പ്രപ്പോസൽ നമ്മുടെ ചീഫ് സെക്രട്ടറി, അന്നത്തെ ചീഫ് സെക്രട്ടറിയും ഒരു സയൻറ്റിസ്റ്റാണ്, ഡോക്ടർ VP ജോയ്, അദ്ദേഹം ISROയിൽ നിന്നാണ് സിവിൽ സർവീസിലോട്ട് വന്ന് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയത്. അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ, ഏകദേശം ഈക്വൽ റാങ്ക് വരാവുന്നതാണ്, ഓൾ ഇന്ത്യ തലത്തിൽ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റിൻ്റെ റാങ്കിൽ നിൽക്കുന്ന ഡോക്ടർ ജയപ്രകാശ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു. നമ്മുടെ ബ്രഹ്മപുരം, കത്തിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുരത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബ്രഹ്മപുരത്തിൻ്റെ കണക്കൊക്കെ അദ്ദേഹം എടുത്തു. ഏകദേശം 600 ടൺ വേസ്റ്റാണ് ഒരു ദിവസം അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൊച്ചിയിൽ. അത് ബ്രഹ്മപുരത്താണ് കൊണ്ടുവന്ന് തള്ളുന്നത്. അവിടെ ഈ ലെഗസി വേസ്റ്റ് എന്നുള്ള നിലയ്ക്ക് 5.5 ലക്ഷം ടൺ വേസ്റ്റ് 110 ഏക്കറിലായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇൻഡോറിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രപ്പോസൽ കൊടുത്തത്. ഇൻഡോറിൽ അവരുടെ വേസ്റ്റ്, ബയോ വേസ്റ്റ് കൺവേർട്ട് ചെയ്തെടുക്കാൻ വരുന്നത് 25-30 ദിവസങ്ങളാണ്. ഈ ബയോ വേസ്റ്റ് മീഥേനായിട്ട് മാറാൻ വേണ്ടി വരുന്നത് 25-30 ദിവസങ്ങളാണ്. CTCRIയിലെ സയൻറ്റിസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി കൊണ്ട് 2 ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ പരമാവധി 2 ദിവസം കൊണ്ട് ഇത് ബയോ മീഥേനായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇൻഡോറിൽ ഏകദേശം 400 ബസ്സുകൾ ഓടുകയാണ് ഇപ്പോൾ. ഈ ഓരോ ദിവസവും ജനറേറ്റ് ചെയ്യപ്പെടുന്ന അവിടെ 600 ടൺ ഹൗസ് ഹോൾഡ് വേസ്റ്റാണ്, വെറ്റ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്ന ബയോ മീഥേൻ ഉപയോഗിച്ച് 400 ബസ്സുകൾ അവിടെ ഓടുന്നു. ആ കണക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ബ്രഹ്മപുരത്തെ വേസ്റ്റ് വെച്ചുകൊണ്ട് നമുക്കും ബയോ മീഥേൻ ഉൽപ്പാദിപ്പിച്ച് ഒന്നുകിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ബസ്സുകൾ ഓടിക്കാം. 400 ബസ്സുകൾ ഓടിക്കാനുള്ളതുകൊണ്ട് അവിടെയുമുണ്ട് 500-550
ടണ്ണാണ് ഡെയിലി കൊച്ചിയിലും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇൻഡോർ മോഡലിൽ 400 ബസ്സുകൾ ഓടിക്കാം, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ഈ പ്രപ്പോസൽ, ചീഫ് സെക്രട്ടറിയുടെ പ്രപ്പോസൽ കറങ്ങിത്തിരിഞ്ഞ് ശുചിത്വ മിഷനിലെത്തി. ശുചിത്വ മിഷൻ എന്ത് ചെയ്തു? ഒരു മീറ്റിങ്ങിന് അദ്ദേഹത്തെ വിളിച്ചു, ഒരു പ്രസൻറ്റേഷൻ അദ്ദേഹത്തെ വിളിച്ചു. അതിനപ്പുറം മുന്നോട്ട് പോയില്ല. അവിടെ തീരും. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു സാധാരണക്കാരൻ ഇത് അയച്ചിരുന്നെങ്കിൽ അതുപോലും നടക്കില്ല. ഡോക്ടർ ജയപ്രകാശ് അയച്ചതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. പക്ഷേ മീറ്റിങ്ങിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഒരു ദിവസം 400 ബസ്സുകൾ ഓടിക്കുവാനുള്ള ഇന്ധനം ഡെവലപ്പ് ചെയ്യാവുന്ന റിസോഴ്സാണ് ബ്രഹ്മപുരത്ത് കത്തിത്തീർന്നത്. 5.5 ലക്ഷം ടൺ മുഴുവൻ കത്തിത്തീർന്നു. കത്താതെ ഇനിയും കിടപ്പുണ്ട്. അത് ഡിസ്പോസ് ചെയ്യാൻ ഇനിയും കോടികളുടെ പദ്ധതികൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം വസ്തുതകൾ. ഇവിടെ ഇത് മെത്തനോളായിട്ട് മാറ്റാവുന്ന റിസോഴ്സാണ്. ഡോക്ടർ ജയപ്രകാശ് മീഥെയിൻ ഗ്യാസ് വരെ എത്തി. അതിൽ നിന്ന് മെത്തനോളിലോട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മാറാം. പക്ഷേ ഇത് ഉപയോഗപ്പെടുത്താനും ഇതിൻ്റെ വരുമാനമുണ്ടാക്കാനും കഴിയുന്ന സാധ്യത തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത്. വേറൊരു ജില്ലയ്ക്കും ഈ മെത്തനോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വരുമാനമുണ്ടാക്കാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ഇത് തലസ്ഥാന ജില്ലയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ തലസ്ഥാനം സ്ഥിരാകേന്ദ്രമാണെങ്കിലും ഏറ്റവും അവഗണിക്കപ്പെടുന്ന കാസർഗോഡ് പോലും ഇത്രയും അവഗണന നേരിടുന്നുണ്ടോ എന്നറിയില്ല. തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നത് ഭരണകൂടങ്ങളുടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഇന്ധനത്തിൻ്റെ സാധ്യത വരുമ്പോഴും നമ്മൾ 120 ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും, വാസ്തവത്തിൽ സെയിലിംഗ് കമൻട്രിക്ക് മുമ്പ് ഗോകുലം ശ്രീ എന്ന് പറയുന്ന ഒരു മാസികയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് എഴുതി. വളരെ വ്യക്തമായി ഇത് എഴുതിയിട്ടും ഒരാൾ പോലും വളരെ ഗൗരവത്തോടെ, ചെറിയ ഗൗരവത്തിൽ പോലും ഇത് ഏറ്റെടുക്കാത്തത് ഇതിൻ്റെ പ്രയോജനം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷെ പ്രയോജനം കേരളം മുഴുവൻ ഇരിക്കുന്ന, ഇന്ത്യയിൽ മുഴുവൻ ഇരിക്കുന്നവർക്കുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയായത് കാരണം ഒരാൾ പോലും ഇന്ന് വരെ താല്പര്യം കാണിച്ചില്ല. പിന്നെയും ഒരു കൗൺസിലറുമായി ബന്ധപ്പെടുവാൻ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ ശ്രീ സ്റ്റീഫൻ മുൻകൈയെടുത്തു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് അറിയണം. മുൻകാല അനുഭവം വെച്ച് നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. എന്തായാലും 120 ദിവസമായി സെയിലിംഗ് കമൻട്രി മാത്രമല്ല, പ്രേക്ഷകർ വളരെ തീവ്രമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. ഡോക്ടർ ജയപ്രകാശിൻ്റെ അതേ അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് പഞ്ചാബിൽ PhD എടുത്ത് 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായയാൾ വണ്ടിയിൽ പച്ചക്കറി വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഒരു രാഷ്ട്രീയ സമീപനമാണ്, ഈ ഒരു ഉദ്യോഗസ്ഥ സമീപനമാണ്. ഇതിന് മറുമരുന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹം, കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തമായിട്ട് തകർന്ന് തരിപ്പണമായി പോകും. 3ാം ലോക രാജ്യമല്ല, 3ാം തരികിട ലോകമായി മാറിപ്പോകുമെന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രിക്ക് പറയുവാനുള്ളത്. ഒരു പ്രേക്ഷക പ്രതികരണത്തോടെ ഇന്നത്തെ സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കാം. നിഷ് മുരളി എന്നോ മറ്റോ ആണ് പേര്. അത്രയെങ്കിലും അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ വലിയ നന്ദിയുണ്ട്. സ്റ്റേഡിയത്തിലിരുന്ന് കമൻട്രി പറയാൻ ആർക്കും പറ്റും. നിങ്ങൾക്ക് നേരിട്ട് കളത്തിലിറങ്ങി കളിച്ചുകൂടെ? ഒരു ചോദ്യവും ഒരു ഉപദേശവുമൊക്കെയാണ് നിഷ് മുരളിയുടെ വക. മെത്തനോളിനെ കുറിച്ച് നിരന്തരം പറയുന്നത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 30-ലധികം വർഷമായിട്ട് നേരിട്ടിറങ്ങി കളിച്ചതിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖം. പേന കൊണ്ട് എഴുതുകയോ നാവ് കൊണ്ട് സംസാരിക്കുകയോ മാത്രമല്ല, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തെരുവോരങ്ങളിൽ നിരവധി തവണ ഇറങ്ങി കളിച്ചു. അതിൻ്റെ ഫലം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. ഏറ്റവും ഒടുവിൽ തുറമുഖ വകുപ്പ് ഏത് മന്ത്രി ആവരുത് എന്നുള്ള കാര്യത്തിൽ വരെ വിമാക്കും കൂട്ടരും വേണ്ടത് ചെയ്തു, ഇറങ്ങി തന്നെ കളിച്ചു. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ കളിക്കണമെന്ന് പ്രേക്ഷകനൊന്ന് ഉപദേശിച്ചാൽ അതനുസരിച്ചുള്ള കളി തുടരാം. സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.